പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമല്ല എങ്കിൽ നിങ്ങൾക്ക് അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവരുടെ പ്രണയം ആത്മാർത്ഥമാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി, ഫേക്ക് ലവ് ആണെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ നിങ്ങളല്ലാതാക്കുക എന്നുള്ളതാണ്. നിങ്ങളല്ലാത്ത ഒരു ക്യാരക്ടറിലേക്ക് നിങ്ങളെ മാറ്റുക, അതായത് ദുശ്ശീലങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുക, അവരുടെ നെഗറ്റീവ് സൈഡിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക, അതിനുവേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ദുശ്ശീലങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു ഫേക്ക് ലവ് ആണ്. നിങ്ങൾ അവരെ കാണുന്നതിന് മുന്നേ ഒരു നല്ല ഒരു ക്യാരക്ടറായിരിക്കാം, എന്നാൽ അവരെ കണ്ടതിന് ശേഷം നിങ്ങൾ അവരുടെ ആ ക്യാരക്ടറിലേക്ക് നിങ്ങൾ മാറുകയാണ്. അങ്ങനെ നിങ്ങളെ നിങ്ങളല്ലാതാക്കുക. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ ആ ഒരു കാര്യം, അവർ നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്, അതായത് ദുശ്ശീലങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ലവ് ആണ് എന്നതിൻ്റെ ഒരു സൈനായി എടുക്കാൻ സാധിക്കും. അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫേക്ക് ലവ് ആണെങ്കിൽ നിങ്ങളെ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. മൊത്തത്തിൽ നിങ്ങൾക്ക് മാനസികമായ സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ ആണെങ്കിൽ അതൊരു ഫേക്ക് ലവ് ആണ്. അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫേക്ക് ലവ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് അവരെ കിട്ടില്ല എന്നുള്ളത്. സംസാരിക്കുവാൻ പോലും അവർ നിൽക്കില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ, അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ടെങ്കിൽ അതിനൊന്നും അവർ നിൽക്കില്ല. അത്രയ്ക്ക് തിരക്ക് അഭിനയിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടാവും അവർക്ക്. അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളല്ല അവർക്ക് വലുത് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് അവർക്ക് തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ സംസാരിക്കാം. കാരണം അത്രമാത്രം വിലയെ അവർ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് അവരുടെ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അവരെ സമീപിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവരുടെ സമയത്ത് നിങ്ങളുടെ അടുത്ത് വരിക, സംസാരിക്കുക. ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതും ഒരു ഫേക്ക് ലവ് ആകാനാണ് ചാൻസ്. അതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം. ഇനി അടുത്തതായി, ഫേക്ക് ലവ് ആണെങ്കിൽ, അതായത് ആത്മാർത്ഥ പ്രണയം പോലെ തോന്നും, എന്നാൽ അത് ആത്മാർത്ഥ പ്രണയവുമല്ല എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാതിരിക്കുക എന്നുള്ളത്. അതുപോലെ പറഞ്ഞ വാക്കിന് അവർ വില നൽകാതിരിക്കുക. അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവർ നിറവേറ്റുകയുമില്ല എന്നുള്ളതാണ്. പിന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായി ഒരു മാസത്തിലധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ അതും ഒരു ഫേക്ക് ലവ് ആകാനാണ് ചാൻസ്. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, ആത്മാർത്ഥ പ്രണയമല്ല എങ്കിൽ, അതായത് അവരുടെ വാക്കും പ്രവൃത്തിയും മാച്ചാകുന്നില്ല. അവർ ഒരു കാര്യം പറയുന്നു, പക്ഷേ ചെയ്യുന്നത് മറ്റൊന്ന്. ഇങ്ങനെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, തുടർച്ചയായി ഇങ്ങനെ കാണാൻ സാധിക്കുന്നു എങ്കിൽ അതും ആത്മാർത്ഥ പ്രണയമല്ല, ഫേക്ക് ലവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി എടുക്കാൻ സാധിക്കും.
അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ലവ് ആണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളാണ് എഫേർട്ട് എടുക്കുന്നത്, അവർ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫേക്ക് ലവ് ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്കാണ് കൂടുതൽ സ്നേഹം എന്നുള്ളത്. ഉദാഹരണമായി നിങ്ങളെന്നും അവരെ വിളിക്കുന്നു, അവർക്ക് മെസ്സേജ് ചെയ്യുന്നു, പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും അവർ ചെയ്യുന്നില്ല. എല്ലാത്തിനും നിങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് വിളിക്കുവാനും എന്ത് കാര്യവും നിങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് എന്നുള്ളത്. അല്ലാതെ അവർക്ക് അതിനൊന്നും ഒരു താല്പര്യവും ഇല്ല എങ്കിൽ ഇതും ഒരു ഫേക്ക് ലവ് ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളത്. നിങ്ങൾ പലതവണ ചോദിച്ചാലും എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് തന്നു, എന്നാലും അവർ കൂടുതൽ വിവരങ്ങളൊന്നും നിങ്ങൾക്ക് നൽകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതൊരു ഫേക്ക് ലവായി എടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഫേക്ക് ലവ് ആണ് അല്ലെങ്കിൽ ടൈം പാസ് ആണ് എന്നുള്ളതിൻ്റേത് നിങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ അവരിൽ കാണാം ഒരു ചെറിയ അകൽച്ച അവരിൽ കാണുന്നുവെങ്കിൽ ഇതും ഒരു ഫേക്കായ ലവ് ആണെന്ന് മനസ്സിലാക്കാം. അതായത് കൂടുതൽ നിങ്ങൾ അടുക്കുവാൻ ശ്രമിക്കും തോറും അവർ ഒരു അകൽച്ച കാണിക്കുന്നു എങ്കിൽ അതൊരു സൈനായി എടുക്കാം. കാരണം മറ്റാരെയോ സ്നേഹിക്കാനുണ്ട്, മറ്റാരെയോ തൃപ്തിപ്പെടുത്തുവാനുണ്ട്, അതിനാലാണ് ഇങ്ങനെ അവരിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അവർ റിപ്ലൈ തരാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ റിപ്ലൈ തരാൻ അവർ വൈകുന്നു, മനഃപൂർവ്വം അവർ വൈകുന്നു എങ്കിൽ അതൊരു മറ്റൊരു ലക്ഷണമായി കണക്കാക്കാം. ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവരിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരികയാണെങ്കിൽ അത് മറ്റൊരു സൈനാണ്. കാരണം നിങ്ങൾ പറയുന്നതൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സ് അതാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളെ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ ഒരു സൈനായി എടുക്കാൻ സാധിക്കും. നിങ്ങൾ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു എങ്കിൽ. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യവും ഒന്നും തന്നെ അവർ സീരിയസ് ആയി എടുക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാവും പറയുന്നത്, പക്ഷേ അതൊന്നും അവർ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അത് ഫേക്ക് ലവ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പോൾ പലതരത്തിലുള്ള പ്രണയങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ പ്രണയം ഏത് തരത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രണയങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും ഈ വീഡിയോയിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പ്രണയം എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. ഇങ്ങനെ ഈ ടൈം പാസ് പ്രണയം അല്ലെങ്കിൽ ഫേക്ക് ലവ് അങ്ങനെയുള്ളവർ ചെയ്യുന്ന കാര്യം, ഇവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ പുറകെ നടന്ന് വളരെ സ്നേഹം കാണിക്കും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് കീഴടക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ അവർ ആക്കി തീർക്കും. അപ്പം നിങ്ങൾ ഈ അവസ്ഥയിലായാൽ പിന്നെ എന്താണ്, മറ്റൊരാളെ കാണുമ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത് ഇത് തന്നെ ആവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എന്താണ്, ആരോടും പ്രത്യേകിച്ച് ഒരു താല്പര്യവും കാണില്ല. അപ്പോൾ ഇവരെ മാത്രം സ്നേഹിച്ച് ആത്മാർത്ഥമായി ഇവരെ സ്നേഹിച്ചിരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്, ഇവരെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും കാണില്ല. അപ്പോൾ ഇവരെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമോ വെറുതെ എനർജി പോകാനായി ഇവരുടെ സമയം ചിലവാക്കുന്നു അവരെ ഓർത്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവരെ ഓർത്ത് ഇങ്ങനെ ഇരുന്നാൽ എന്താണ് ചെയ്യുന്നത്, ഇവർക്ക് പ്രത്യേകിച്ച് സ്നേഹമൊന്നും കാണില്ല.
അപ്പോൾ നിങ്ങളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിത്തീരും. അപ്പോൾ ഇത് മാറ്റാനായി നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അത് മറ്റൊരു സാഹചര്യം നിങ്ങളിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കതൊരു മറ്റൊരു സാഹചര്യം വരും. അത് നിങ്ങളുടെ ഒരു മാറ്റത്തിനുള്ള ഒരു സാഹചര്യവുമായിരിക്കാം. അപ്പോൾ ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്